ഹലോ ഫ്രണ്ട്സ്, ആഷീസ് ക്യാച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു നേർക്കാഴ്ചയുമായിട്ടാണ്. നമുക്കറിയാം, ഡിസംബർ മാസം അവസാനമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മളതെല്ലാം വരവേൽക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മൂലം ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ പോയ ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. അത്രയും ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ കുട്ടി ഇത്തിരി സ്പെഷ്യലാണ്. ആ കുട്ടിയെയും കുടുംബത്തെയും നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വീടെന്ന് പറയാൻ പറ്റിയല്ല, അദ്ദേഹം വേറൊരാളുടെ പറമ്പിൽ ഷെഡ് കെട്ടി താമസിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? പേര് പ്രകാശൻ അല്ലേ? ചേട്ടന് 3 മക്കൾ. 3 മക്കൾ. മക്കൾ എന്ത് ചെയ്യുന്നു? ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. മൂത്തയാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 10ൽ ജയിച്ചു പഠിക്കുന്നു. ഇളയാൾ 9ൽ പഠിക്കുന്നു. അതെ അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ അവസ്ഥകളെക്കുറിച്ചൊന്ന് പറയാമോ? അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാർച്ച് തൊട്ട് അസുഖമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അവധിയായിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ഇവിടെ ക്യാൻസറായിട്ടാണ് ഇപ്പോൾ അവന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ അറ്റാക്കിൻ്റെ അനുഭവമൊക്കെ വന്നു. അങ്ങനെ കഴിഞ്ഞിടയ്ക്ക് ആശുപത്രിയിൽ പോയി. അപ്പോൾ അതായതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ മാറ്റി വെച്ചേക്കും. ഒരെണ്ണം കഴിഞ്ഞായിരുന്നു ഓപ്പറേഷൻ. ഇനി ഒന്നുകൂടെ ഉണ്ട്. അത് 6 മാസം കഴിഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ഇതിങ്ങനെ അറ്റാക്കിൻ്റെ ഇതുള്ളതുകൊണ്ട് അങ്ങനെ അവർ മാറ്റി വെക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ പെരയുടെ കാര്യം. ഞാൻ ഒരു 15 വയസ്സുള്ളപ്പോൾ തൊട്ട് ഈ പറമ്പിൽ ഇവിടെ നിന്ന് വളർന്നു. അപ്പോൾ ഇവിടെ നിന്ന് വളർന്നു ഒരു ഇഷ്ടദാനമായിട്ട് അവരെനിക്കൊരു 5 സെൻറ്റ് സ്ഥലം ആ റോഡിൽ തന്നെ തന്നിട്ടുണ്ട്. ഞാനവിടെ ഒരു പെര വെക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഒക്കെ ഞങ്ങൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെയായിട്ടും കിട്ടിയില്ല. റേഷൻ കാർഡില്ല, സ്വന്തമായിട്ട് റേഷൻ കാർഡില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇപ്പം അങ്ങനെ എല്ലാം തള്ളിക്കളയാണ്. അപ്പം അങ്ങനെ തള്ളിക്കളഞ്ഞു. പിന്നെ റേഷൻ കാർഡ് ഈടെ ഉണ്ടാക്കി ഇനിയിപ്പോൾ സ്ഥലം എഴുതി വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്. അത് ഞങ്ങളിൽ ഇപ്പം ഈ ആശുപത്രി സഹായം കൊണ്ട് എഴുതാനുള്ള പൈസ ഞങ്ങളുടെ കണ്ടെത്താനില്ലാത്തതുകൊണ്ട് ഞങ്ങളതിങ്ങനെ വെച്ചേക്കുവാണ്. എന്നാലും അത് അങ്ങനെ എഴുതി വാങ്ങിക്കണം. പിന്നെ എനിക്ക് എന്തെങ്കിലും വരുന്നതിന് വരെ പിള്ളേർക്ക് ഒരു പെരയാണ് അത്യാവശ്യം. ഒരു വീടും വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്, നല്ലോണം ഉണ്ട്. പിന്നെ നാട്ടുകാരെല്ലാം സഹായിച്ചാണ് ഞാൻ ആശുപത്രി ഇപ്പോഴും പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വരെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ചിലവുകളൊക്കെ എങ്ങനെ നടക്കുന്നത്? ദൈനംദിന ചിലവുകൾ പിന്നെ മോന് ഏലക്കാട്ടി പണിയാൻ പോകുന്നുണ്ട്. പിന്നെ ഭാര്യ പോവും. പിന്നെ ആൾക്കാരൊക്കെ ഓരോ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ 1 വർഷം കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം കഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സാ ചിലവുകൾ തന്നെ നാട്ടുകാർ കണ്ടെത്തിയാണ് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൾ ഇച്ചിരി സ്പെഷ്യലാണ്. ഒരു കണ്ണിന് കാഴ്ച കുറവാണ്. ഇതാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. നമുക്ക് മകൾക്ക് കുറച്ച് കഴിവുകളുണ്ട്, അതുകൂടി കാണാം, എന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ മോള് ഹരിത. മുണ്ടൂർ സ്കൂളിൽ +1 പഠിക്കുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ കുട്ടിയോട് തന്നെ ചോദിച്ചറിയാം. മോള് +1 പഠിക്കുന്നല്ലേ? മോളുടെ കഴിവുകളൊക്കെ ഒരുപാടുണ്ടെന്ന് ഞങ്ങളിങ്ങനെ അറിഞ്ഞു. മോളുടെ അവസ്ഥകളെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഞാനിവിടെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്, ബ്ലൈൻഡ് സ്കൂളിൽ. പിന്നെ അവിടെ വെച്ച് എനിക്ക് ഒരുപാട് കഴിവുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പാട്ട് പാടാനും ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോള് നന്നായിട്ട് മാറ്റം ഉണ്ടാക്കും അല്ലേ? ഉണ്ടാക്കും. നമുക്ക് ആ മാറ്റമൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം മോള് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം ആദ്യമേ.
തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദനപ്പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. വളരെ മനോഹരമായിട്ട് തന്നെ പാടിയല്ലേ. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കഴിവുകളുള്ള ആളാണ്, നമുക്കതൊക്കെ കാണാം. കുട്ടി നന്നായിട്ട് മാറ്റുണ്ടാക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ ഉപജീവനമാർഗം എന്താ ഇപ്പോൾ? അമ്മ പണിക്ക് പോകുന്നുണ്ട്, പിന്നെ ചേട്ടായിയും പോകുന്നുണ്ട്. വേറെ അതുമാത്രമാണ് ഇവരുടെ ഉപജീവനമാർഗമുള്ളത്. അപ്പം വളരെ കഷ്ടത്തിലാണ്, നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന ഒരവസ്ഥയാണുള്ളത്. ആഷിസ് കാസ്റ്റിൽ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുമ്പം പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതൊരു നന്മമരം പോസ്റ്റ് അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹരിത എന്ന് പറയുന്ന കുട്ടി അല്പം സ്പെഷ്യലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒരുപാട് കഴിവുകളുള്ളൊരു കുട്ടി കൂടിയാണ്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കും. അപ്പം അതിനെയാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ കുട്ടിയുടെ കഴിവുകൾ കാണാം. ഇത് ഞാൻ ഉണ്ടാക്കിയ മാറ്റാണ്. ഇത് സാരി തുണിയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഞാൻ വിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റുണ്ടാക്കി വിറ്റിട്ടുണ്ട്. ഇത് എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചില്ലായിരുന്നു, പക്ഷേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ നോക്കിയിരുന്ന. അങ്ങനെ പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി ശ്രമിച്ചു നോക്കിയതാണ്. അന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ശരിയായതുകൊണ്ട് പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി അങ്ങനെ വിൽക്കാൻ തുടങ്ങിയതാണ്. ഈ ഒരു ഇതുപോലെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഇന്ന് ഇതിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു കാരണം? ഇത് എനിക്കൊരു താല്പര്യം തോന്നി ഉണ്ടാക്കി നോക്കിയതാണ്. അന്നേരം എനിക്ക് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞാൻ ഈ പ്രകാശേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്നതാണ്. പുള്ളിക്ക് ഇതുപോലെ നേരത്തെ തന്നെ വാൽവിന് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം 1 വർഷമായിട്ട് പിന്നെ ക്യാൻസറാണ്, മൂത്രാശയത്തിൽ ക്യാൻസറാണ്. അതിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒപ്പം തന്നെ പുള്ളിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ പിന്നെ ക്യാൻസറിനുള്ള ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജ് വരെ നീട്ടി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. 3 കുട്ടികളുണ്ട്. ഇവർ രണ്ടുപേരും പണിയാൻ പോയാണ് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചേച്ചി മാത്രം ഏലക്കാട്ടിൽ പണിയാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മൂത്ത മോന് ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ഇപ്പം പഠിത്തം ഇല്ലാത്തതും കൊണ്ട് കൊച്ചും ഏലക്കായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇപ്പം കഴിഞ്ഞു പോകുന്നത്. അതേപോലെ ഇവർക്ക് ഇപ്പം തന്നെ എല്ലാ മാസവും തന്നെ മെഡിക്കൽ കോളേജിൽ പോകണം. അപ്പം ബസ്സിലൊന്നും ഇരുന്ന് പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത്. വണ്ടി വിളിച്ച് പോകുമ്പോൾ തന്നെ പുള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും അറ്റാക്കിൻ്റെ ഇതുണ്ടായി, തിരിച്ചു വന്നപ്പോഴും ഉണ്ടായി. അങ്ങനെ അത് കാരണം വണ്ടി വിളിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സംഘടനകളായിട്ടോ അല്ലെങ്കിൽ അയൽവക്കക്കാർ എല്ലാവരുമായിട്ടും നമ്മുടെ SNDP-ക്കാരും അങ്ങനെ പാർട്ടിക്കാരും ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരുടെ അതുപോലെ തന്നെ ഹരിതയാണേലും നന്നായിട്ട് പിന്നെ ഒത്തിരി കഴിവുണ്ട്. ഇതൊന്നുമല്ല, ഒത്തിരി നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഒത്തിരി കഴിവുണ്ട്. ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്റ്റേറ്റ് തലത്തിൽ വരെയൊക്കെ പോയി സമ്മാനം വാങ്ങിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവിടെയാണേലും ഞങ്ങൾ ഒരു ബാലസംഘമൊക്കെ ഉണ്ട്. അതിൻ്റെ കെയർ ഓഫിൽ കുട്ടികളെ ഇപ്പം ഇതുപോലെ ഫ്ലവർ കുടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പിള്ളേരെ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു എന്തെങ്കിലുമൊക്കെ ആളുകൾ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു.
താരകപ്പെണ്ണാളെ കതിരാടും മെഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരിൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മെഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരിൻ കോര പറിച്ചാട്ടെ. തക തക താത്തിനും തക തെയ്താരാ തകതിനും തക തെയ്താരാ താത്തിനും തക തകതിനും തക താരതിനും തക തെയ്താരാ താത്തിനും തക തെയ്താരാ തകതിനും തക തെയ്താരാ താത്തിനും തക തകതിനും തക താരതിനും തക തെയ്താരാ. കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരിക്കോരിയുള്ളം കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ടേ. തക തക താത്തിനും തക തെയ്താരാ തകതിനും തക തെയ്താരാ താത്തിനും തക തകതിനും തക താരതിനും തക തെയ്താരാ. താരകപ്പെണ്ണാളെ കതിരാടും മെഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരിൻ കോര പറിച്ചാട്ടെ. തക തക താത്തിനും തക തെയ്താരാ തകതിനും തക തെയ്താരാ താത്തിനും തക തകതിനും തക താരതിനും തക തെയ്താരാ. ആ ഏ ഓ ആ ഏ ഓ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ കുട്ടിയുടെ സാഹചര്യം കണ്ടു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കും ചിലത് ചെയ്യാൻ കഴിയും. ആ കുട്ടി നല്ല കഴിവുള്ള ആളാണ്, ഞങ്ങളവിടെ ചെന്ന് നേരിട്ട് മനസ്സിലാക്കിയതാണ്. നമുക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാൻ സാധിച്ചു. പക്ഷേ ഇതൊന്നുമല്ല, ആ കുട്ടിയുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങി കിടപ്പുണ്ട്. ആ കുട്ടി നന്നായിട്ട് മാറ്റമുണ്ടാക്കും. തീർച്ചയായിട്ടും നമ്മളിൽ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ കുട്ടിയെ സഹായിക്കാൻ കഴിയുന്നവർ, എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുന്നവർ, ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നവർ അതുമായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.